കല്യാണം വഹ വിധത്താം കടകതടലസത്കൽപ്പവാടീ നികുഞ്ച ക്രീഡാ സംസകൃത വിദ്യാധര നിബഹവധൂഗീതരുദ്രാപദാനഃ താരിഹി ഹേരംബനാദിഃ തരളിത നിനദത്താരകാരാദികേകി കൈലാസഃ ശർവനിർവൃത്യഭിജനകപദം സർവദാ പർവതേന്ദ്രഃ കടകതടലസത്കൽപ്പവാടീ നികുഞ്ചക്രീഡാ സംസകൃത വിദ്യാധര നിബഹവധൂഗീതരുദ്രാപദാനഃ താരിഃ ഹേരംബനാദിഃ തരളിത നിനദത്താരകാരാദികേകി ശർവനിർവൃത്യഭിജനകപദം കൈലാസഃ പർവതേന്ദ്രഃ വഃ കല്യാണം വിധത്താം കടകതടലസത്കൽപ്പവാടീ നികുഞ്ച ക്രീഡാ സംസകൃത വിദ്യാധര നിബഹവധൂഗീതരുദ്രാപദാനമായി താരങ്ങളായിരിക്കുന്ന ഹേരംബനാദങ്ങളെ കൊണ്ട് തരളിത നിനദത്താരകാരാദികേകിയായി ശർവനിർവൃത്യഭിജനകപദമായി കൈലാസമായിരിക്കുന്ന കടകതടലസത്കൽപ്പവാടീ നികുഞ്ച ക്രീഡാ സംസകൃത വിദ്യാധര നിബഹവധൂഗീതരുദ്രാപദാനം കടകതടത്തിങ്കല്ലസത്തായിരിക്കുന്ന കൽപ്പവാടിയിങ്കലേ നികുഞ്ചത്തിങ്കലുള്ള ക്രീഡയിങ്കൽ സംസകൃതമായിരിക്കുന്ന വിദ്യാധര നിബഹത്തിൻ്റെ വധുക്കളുടെ ഗീതം ഗീതമായിരിക്കുന്ന രുദ്രാപദാനത്തോടു കൂടിയത് കടകതടം താഴ്വര പ്രദേശം രസത്തെ ശോഭിക്കുന്നത് കൽപ്പവാടീ കൽപ്പകോദ്യാനം നികുഞ്ചം വള്ളിക്കുടിൽ ക്രീഡാകളി കേകി മയിൽ ശബ്ദം ശർവനിർവൃത്യഭിജനകപദം ശർവന്റെ നിർവൃതിക്ക് അഭിജനകമായിരിക്കുന്ന പദം ശർവൻ ശ്രീ പരമേശ്വരൻ നിർവൃതി സൗഖ്യം അഭിജനകം ഉണ്ടാക്കുന്നത് പദം സ്ഥാനം കൈലാസം കൈലാസമെന്ന് പേരോടുകൂടിയത് പർവതേന്ദ്രൻ പർവതശ്രേഷ്ഠൻ കല്യാണം മംഗളം വിധാനം ചെയ്യുക പരമേശ്വരനെ സ്തുതിക്കുന്ന പദ്യമാണ് വീണ്ടും തങ്ങൾ ആലപിച്ചത്. ഇവിടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൈലാസം ഈ ശിവന് സമാധാനത്തെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള കൈലാസം നിർവൃതിക്ക് ശർവൻ്റെ നിർവൃതിക്ക് കാരണമായിട്ടുള്ള ഒരു സ്ഥാനമാണ് പർവ്വതത്തിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള കൈലാസം നിങ്ങൾ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ? രക്ഷിക്കട്ടെ എന്നല്ല, കല്യാണത്തെ തരട്ടെ. അപ്പോ ഇത് ചോദ്യമാണോ അല്ല ഉത്തരാണോ? അല്ലല്ല, ഞാൻ മനസ്സിലാക്കിയ സാരാംശം താങ്കളുടെ പദ്യത്തിൽ മനസ്സിലാക്കിയ സാരാംശമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പോ ഈ രീതിയിലാണ് താങ്കൾ ഇപ്പോൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. അതിലൊന്ന് അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ പർവതേന്ദ്രന്റെ വിശേഷണങ്ങളാണ് ബാക്കിയൊക്കെ പറയല്ലോ. എങ്ങനെയുള്ള പർവതേന്ദ്രനാണ് അതാണ് കാര്യങ്ങൾ. അതെ, ആ പർവതേന്ദ്രൻ ആ പർവ്വതത്തിൽ ഇന്നൊക്കെ നടക്കുന്നു. എന്താ നടക്കുന്നത്?
ഒരു ഭാഗത്ത് ഗന്ധർവകന്യകമാരി, ഗന്ധർവകന്യകമാരി, യക്ഷകന്യകമാർ, അതെ, കന്യകമാര് പാട്ട്, അതായത് രുദ്രന്റെ ശിവനെ സ്തുതിച്ചുകൊണ്ട് പാടുന്നു. മറ്റൊരു ഭാഗത്ത് പിന്നെ തന്റെ മകനായ ഗണപതി ആനമുഖൻ ആ ശബ്ദം പുറപ്പെടുവിച്ചു വലിയ ശബ്ദത്തിൽ അദ്ദേഹവും കളിക്കുന്നു. പിന്നീട് തന്റെ മയില് സുബ്രഹ്മണ്യൻ മറ്റേ മകന്റെ വാഹനമായ മയില് നല്ല കേകയെ ശബ്ദിക്കുന്നു. ഇങ്ങനെയുള്ളതൊക്കെ ഉള്ള അത് ഈ കൈലാസം പിന്നെങ്ങനെയുള്ളതാണ്? പരമശിവന്റെ സൗഖ്യത്തെ ഉണ്ടാക്കുന്നതുമാണ്. അങ്ങനെയുള്ള പർവ്വതേന്ദ്രനാണ് നിങ്ങൾക്ക് അതായത് എനിക്ക് എന്നർത്ഥം മംഗളം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അവിടെ ഞാൻ പറഞ്ഞത് വേണ്ടി പറയുന്നത് എന്തർത്ഥത്തിലാണ്, എന്ത് ഔചിത്യം വെച്ചിട്ടാണ് താങ്കൾ അങ്ങനെ അർത്ഥം പറഞ്ഞത്? ഒന്ന് അപ്പോ ആ താങ്കളുടെ അഭിപ്രായം കേട്ട് ചില സമയത്ത് ഈ വിവരണം കൊണ്ട് തന്നെ മറ്റേതിന് മറുപടി ആകുമായിരിക്കാം. എങ്ങനെ? അല്ലെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാരണങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറുപടി ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് അചേതന വസ്തുവോട്, പർവ്വതത്തോട്, ഒരു കല്ലിനോട് നീ എന്നെ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ പർവ്വതത്തോട് നീ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാനുള്ള സാഹചര്യം എന്താണ് കവി ഉദ്ദേശിച്ചത്? പർവ്വതങ്ങൾക്ക് ഇങ്ങനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടോ? ഒരു ചോദ്യം. അതെ, പിന്നീട് ഇനി മറ്റു പല ചോദ്യം പറയാം, വഴിയെ ചോദിക്കാം. അങ്ങനെ അതിനിപ്പോ അങ്ങനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കല്ലിനോട് തന്നെയാണ് പറയാ. പ്രതിഷ്ഠ കല്ലാണ്. എവിടെ പോയാലും ഇപ്പോ അമ്പലത്തിലായാലും അവിടെ ശിവലിംഗം കല്ലിൻ്റെതാണ് അല്ലേ, അതിനോട് പറയാറുണ്ട് എന്നെ രക്ഷിക്കണം. മതിയോ ഉത്തരം? പോരെ? അല്ലെങ്കിൽ വേറെ വേണോ? അവിടെ നാം ആ കല്ലിൽ നാം ആരെ കാണുന്നു, അല്ലെങ്കിൽ ആരെ സങ്കല്പിക്കുന്നു? ആ സങ്കല്പത്തിലെയാണ് അതിനോടാണ് നാം പറയുന്നത് എന്നെ രക്ഷിക്കുക എന്ന്. അതിൽ പിന്നെ മറ്റൊന്ന് മന്ത്രവാദികളുടെ ഒരുപാട് മന്ത്രോച്ചാരണങ്ങളിലും അല്ലല്ല, മന്ത്രവാദികളല്ല, അവിടെ താന്ത്രിക തന്ത്രശാസ്ത്രപ്രകാരം അവിടെ മന്ത്രോച്ചാരണങ്ങൾ അതുണ്ട്. അപ്പൊ പിന്നെ മന്ത്രവാദികളും ആവില്ലേ? മന്ത്രം പറയുന്നവര് മന്ത്രവാദികളല്ലേ? അവിടെ ആ പ്രയോഗത്തിന് കുറച്ചൊരു എന്തോ ഒരു ഇതുണ്ടോ എന്നൊരു സംശയം. മന്ത്രം ഉച്ചരിക്കുന്ന ആളുകള് മന്ത്രവാദികള്, തന്ത്രം കൊണ്ട് ചെയ്യുന്നവര് തന്ത്രികള്. അത് പ്രതിഷ്ഠിക്കുന്ന തന്ത്രം, അത് പറയണ്ടേ? തന്ത്രം പ്രയോഗിക്കുന്ന ആള് തന്ത്രം, അതെ അല്ലേ? മന്ത്രം പ്രയോഗിക്കുന്ന ആള് മന്ത്രവാദി. അപ്പൊ ഇവിടെ ധാരാളം മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷ്ഠ ചൈതന്യവത്താക്കുന്നത്. സംബന്ധിച്ചിടത്തോളം അവിടെ കല്ലില്ല. അങ്ങനെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം കല്ലല്ല അവിടെ ഉള്ളത്. അവിടെ ശിവനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്, ദേവിയാണ് നാം കാണുന്നത് കല്ലാണ്. അതെ, പക്ഷെ അതിൽ ചൈതന്യമുണ്ട്. അതാണ്. അപ്പൊ ആ ചൈതന്യം അവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല. ഭക്തന്റെ ഇച്ഛയാണ്. കുന്നിനെ രക്ഷിക്കാൻ കഴിയും. അതെങ്ങനെയാണ്? അവിടെ ഇപ്പൊ JCB ഒന്നും പോകുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ കൈലാസത്തില് അവിടെ കുന്ന് വേണം. കുന്നുണ്ടെങ്കിലേ മനുഷ്യൻ, അതായത് നമ്മുടെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യ പ്രപഞ്ചത്തില് പ്രാണികൾക്കും മനുഷ്യർക്കൊക്കെ ജീവിക്കാൻ ഈ കുന്നും മലയൊക്കെ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് കുന്നിനെ രക്ഷിക്കാൻ കഴിയും. അവിടെ നമ്മുടെ ഈ സന്തുലിതാവസ്ഥ, അതായത് വെള്ളത്തിൻ്റെയും മറ്റുള്ള എല്ലാത്തിൻ്റെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് കുന്നുകളാണ്. കുന്നുകൾ തന്നെയാണ് നമ്മുടെ അതിർത്തിയും കാത്തു രക്ഷിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അല്ല, ഇന്നത്തെ കാലിക പ്രസക്തി ചിന്തിക്കുമ്പോൾ അല്ല, അതെ, കുന്നുകളാണ് രക്ഷിക്കുന്നത്. പശ്ചിമഘട്ടം നിൽക്കുന്നുണ്ടതാ നിശ്ചലോന്നതമെപ്പോഴും നന്മയിലത് കേരളത്തിന് കന്മതിൽ കെട്ട പോലവേ ഉമ്മാവേപ്പു കൊടുമുടികളുരുമ്മി മേഘത്തെ എപ്പോഴും ബാലസൂര്യനുദിക്കുമെന്നെന്നും കാലത്തായതിൻ മൂർധാവിൽ ചന്ദനമരമേലവല്ലിയും ഇന്നവിടെ വളരുന്നു. ഇന്നില്ല, അതിലെന്താ അതിന്റെ ഒരു സാരാംശം? നമ്മുടെ അതിർത്തി കാക്കുന്ന പർവ്വതങ്ങളൊക്കെ അതിർത്തി കാക്കുന്നതും കുന്നാണ്. ഈ മഴയെയും മറ്റും ആവാഹിച്ചിട്ട് വെള്ളം നിർത്തിയിട്ടും കാടുകളൊക്കെ അത് വളർന്നിട്ടും അങ്ങനെ പറഞ്ഞു നമ്മുടെ പരിസ്ഥിതി. പിന്നെ ചന്ദനമരമേലവല്ലിയും ഇന്നവിടെ വളരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പർവ്വതത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മുറിച്ച് മാറ്റിയിട്ടുകൊണ്ട് ഈ ഭൂമി ഇങ്ങനെ വരണ്ടുകൊണ്ടിരിക്കുന്നു. മായും മരതക പച്ചകൾ കണ്ടുപോം പാവം നദിയുടെ പാട്ടിനിടർച്ചയും. നദികൾ അതിന്റെ സംഗീതം പലപ്പോഴും ഇടരുന്നതായിട്ട്, പലപ്പോഴും വഴിയിൽ വെച്ച് അവരുടെ യാത്ര മുടങ്ങുന്നു. അതെ,
ഇന്ന് നദികളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നു. ഏതോ വിഷക്കനി ഭക്ഷിച്ചു കൊക്കിലെ നാദം വരണ്ടുപോം പക്ഷിതൻ ദൈന്യവും. ഇപ്പൊ സാധാരണ നമുക്കറിയാം, പ്രഭാതങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്ന പക്ഷികളുടെ കലപില ശബ്ദങ്ങൾ ആഘോഷം നടത്തിയിരുന്നു. അതുപോലെ തന്നെ വയലായ വയലുകളിൽ പോയി പൂക്കൾ പറിച്ചിരുന്നു ഇല്ലേ? അന്നത്തെ ഒരു കാഴ്ചയായിരുന്നു. സ്കൂളിൽ പോയി വന്നാൽ നാം ചെറിയ കൊട്ടകൾ ഉണ്ടാക്കി പൂ പറിക്കാൻ പോയി. കൃഷ്ണപ്പൂവ്, അതുപോലെ തന്നെ കാക്കപ്പൂവ്, തുമ്പപ്പൂവൊക്കെ പറിച്ച് കൊട്ട നിറച്ച് വന്ന് പൂക്കളം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് പൂ പറിക്കാൻ പോകാൻ സമയമുണ്ടോ? രാവിലെ ഉറങ്ങിയിട്ട് ഉടനെ ട്യൂഷന് പോകണം. ട്യൂഷന് പോകുമ്പോൾ അവിടുന്ന് ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് ഓട്ടമാണ്. ഓട്ടം കഴിഞ്ഞ് കുട്ടികൾക്ക് അവിടെ ആദ്യ ട്യൂഷൻ, തിരിച്ച് വീട്ടിൽ വന്നാൽ ലഘുഭക്ഷണം കഴിച്ച് ആദ്യ അച്ഛനമ്മമാരുടെ ട്യൂഷൻ. കുട്ടികൾക്ക് അങ്ങനെ ഓണം ആഘോഷിക്കാൻ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ കണ്ടൊരു കാഴ്ച കവിയുടെ ഓർമ്മിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പൂവിളിക്ക് ഇനിയും നമ്മുടെ കാലം ഉണ്ടാവും, അങ്ങനെ കാലം ഉണ്ടാവും. അപ്പോൾ വാസ്തവത്തിൽ ആ കഴിഞ്ഞ കാലത്തിൻ്റെ ആ ചിത്രമാണ് കവിയുടെ വരച്ചു കാട്ടുന്നത്. അതായത് വളരെ വേദനയോടെ കാളിദാസനും പറഞ്ഞുമോ, ഇന്ന് മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയുടെ മൂർധന്യത്തിലാണ്. കാരണം സ്വാർത്ഥതയില്ലാത്തൊരു സാമൂഹ്യ ജീവിതം നമുക്കുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ആ കാലത്ത് ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയുടെ മൂർത്തിമോദ്ഭാവമായി മാറിയിരുന്നു. കാരണം പലർക്ക് പരസ്പരം കണ്ടുകൂടാ, പരസ്പരം നാട്ടിൽ മുഴുവൻ തമ്മിലടി, ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് പോലും ഇന്ന് അവിടെ തർക്കമാണ്. അതും ഉണ്ടല്ലോ ഈ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടത്തിൽ പറയാണ്. അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ കുന്നിനെ സംബന്ധിച്ചാണ്. അതെ, അല്ലാതെ ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് കവി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അന്നൊരു ഓണക്കാലം കുറെ പറയാനുണ്ടോ? ഞാൻ പറയാം. സ്വാർത്ഥകാലത്ത് സ്വാർത്ഥത ഇല്ലാത്തൊരു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നല്ലോ. കുന്നിനെ മാത്രം കുറിച്ച് പറയും. അതെ, അങ്ങനെ പറയുമ്പോൾ കുന്നിനോട് രക്ഷിക്കാൻ പറയാം. പറഞ്ഞു പറയാണ് ഞാൻ പറഞ്ഞ എന്തായാലും ഇപ്പൊ തെറ്റുള്ളത് പറയുക പറയും. ഞാൻ പറഞ്ഞു കവിയുടെ ONV കുറുപ്പിന്റെ ഒരു കവിതയുടെ ശകലം അദ്ദേഹം അവസാന ഭാഗം ഇങ്ങനെ പറയുന്നതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെ, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. കുന്നിനെ കുറിച്ച് ഇന്നത്തെ സാഹചര്യം, ഈ കുന്ന് ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അതിലെന്താ നിങ്ങൾക്ക് അസഹനീയത? ഒന്നും അസഹനീയ, അതിന്റെ ആവശ്യമില്ല. അതെ, അസഹ്യത മർത്തുകളിയുടെ അവസാന സമയത്തേക്ക് നല്ലൊരു വിഷയമാണ്. കാലത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പാരിസ്ഥിതിക നാശമാണ്. നമ്മെ പുതിയ നൂറ്റാണ്ട് ഏറെ ായിട്ട് സങ്കല്പിച്ചിരുന്ന ഒരു പൈതൃകമാണ് നമ്മുടെ കുന്ന്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷകനാണ്. ഏറ്റവും വലിയ കുന്നായിട്ട് നാം പറഞ്ഞിരുന്നത് ഹിമാലയത്തെയാണ്. ഹിമാലയം ദേവാദിദേവൻ എന്നാണ് വിളിച്ചിരുന്നത്. ദേവതാത്മാവ് എന്ന് കാളിദാസൻ പറഞ്ഞു. കൈലാസം ഒരു രാജാവാണ്, അത് ദേവനാണ്. ഇവിടെ കൈലാസം രക്ഷിക്കട്ടെ എന്ന് പറയുന്നില്ല, കൈലാസത്തിന് രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് പഴയ നമ്മുടെ പൈതൃകം നമ്മോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുന്നുകളെയും നദി നമുക്കൊക്കെ ദേവതയാണ്. ഗംഗ നമ്മുടെ ദേവതയാണ്. ഗംഗ ഒരു നദി മാത്രമാണ്. പക്ഷെ ആ നദിയെ ഒരു ദേവതയായിട്ട് സങ്കല്പിക്കുവാൻ നമ്മുടെ പൈതൃകത്തിന് കഴിഞ്ഞിരുന്നു. സിന്ധു ഒരു നദിയാണ്, പക്ഷെ ആ നദിയെ ഒരു ദേവതയായിട്ട് സങ്കല്പിക്കുവാൻ നമ്മുടെ പൈതൃകത്തിന് കഴിഞ്ഞിരുന്നു. ഇതുപോലെ കൈലാസത്തെയും ഹിമാലയത്തെയും ദൈവങ്ങളായിട്ട് അംഗീകരിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു, നമ്മുടെ പൈതൃകത്തിന് കഴിഞ്ഞിരുന്നു. കാരണം ഹിമാലയം ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷകനാണ്. ഇന്ത്യയെ പോറ്റുന്ന, ഇന്ത്യയെ വളർത്തുന്ന, അതാണ് തത്വമസി എന്ന പുസ്തകത്തിൽ സുകുമാരഴീക്കോട് തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്: ഭാരതത്തിൻ്റെ പൈതൃകത്തെ രക്ഷിക്കുന്ന 2 വസ്തുതകളുണ്ട്. ഒന്ന്, ഉത്തരഭാഗത്ത് നിൽക്കുന്ന സാക്ഷാൽ ഹിമാലയവും അതുപോലെ ശക്തമായ ഇന്ത്യയുടെ ഉപനിഷത്തുകളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഹിമാലയത്തെ വെറും ഒരു കല്ലായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് ഇന്ത്യയുടെ പൈതൃകത്തെ പോറ്റി വളർത്തുന്ന ഒരു വലിയ ദേവനായിട്ടാണ്. ആ ദേവനൊരു മകളെ നമ്മൾ സങ്കല്പിക്കുന്നു, പാർവതി. നോക്കണം, ഒരു കല്ലിന് മകളുണ്ടാവില്ല, ഒരു പർവ്വത രാജാവിൻ്റെ മകളാണ്. ആ പർവ്വതത്തിനൊരു ഭാര്യയെ സങ്കല്പിക്കുന്നു, മേനക. ആലോചിച്ച് നോക്കുക, മേനക എന്നൊരു ഭാര്യ, പാർവതി എന്നൊരു മകള്. ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടുമുള്ള സാധാരണ മനുഷ്യരുടെ ചിത്രം തന്നെ പർവ്വതങ്ങൾക്കും സങ്കല്പിക്കുവാൻ, പർവ്വതത്തെയും മനുഷ്യനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഇത്രയും വലിയൊരു ചിത്രം, പാരിസ്ഥിതിക ചിത്രം ലോകത്തിലെ ഏത് സാഹിത്യ ശാഖ എടുത്താലാണ് നമുക്ക് കാണാൻ കഴിയുക? ഇന്ത്യൻ സാഹിത്യ ശാഖയിലല്ലാതെ. പർവ്വതത്തിൻ്റെ മകളായിട്ട് ഒരു പാർവതിയെയും, ആ പാർവതിക്ക് ഭർത്താവായിട്ടൊരു ശിവനെയും, ദേവനെയും മനുഷ്യനെയും
അതുപോലെ പർവ്വതത്തെയും നദികളെയും. എന്നിട്ട് ഈ ശിവന് മറ്റൊരു ഭാര്യ ഗംഗ. ആലോചിച്ച് നോക്കണം, നദി ഭാര്യ, മറ്റൊരു ഭാര്യയുടെ അച്ഛനായിട്ട് പർവ്വതം. ഇങ്ങനെ പർവ്വതങ്ങളെയും നദികളെയും നമ്മുടെ വേദങ്ങളിലൊക്കെ തന്നെ, വേദങ്ങളെ നമ്മൾ എന്ത് പഠിച്ചാലും അതൊക്കെ സമൂഹ പ്രാർത്ഥനകളാണ്, ഒരിക്കലും വ്യക്തിപരമായ പ്രാർത്ഥനകളല്ല. എല്ലാം സംഗച്ഛദ്വം സംവദദ്വം സംഭോമനാംസി ജാനതം. നമുക്ക് ഒരുമിച്ച് പോകാം, ഏകവചനമല്ല. സംഗച്ഛദ്വം ബഹുവചനമാണ്. സംവദദ്വം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ, ഒരു നന്മയുടെ, ഒരു കൂട്ടായ്മയുടെ ചിത്രം ബോധ്യപ്പെടുത്തുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു. ആ പൈതൃകത്തിൽ നിന്നാണ് നമ്മളിപ്പോഴും മാറി മാറി പോകുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് വികസനമാണ്. നമ്മുടെ വികസനത്തിന് ഏറ്റവും ആവശ്യം റോഡുകളാണ്. നമ്മുടെ ചർച്ചകൾ മുഴുവൻ റോഡുകളെ ചുറ്റിപ്പറ്റിയാണ്. ഇനി എത്ര മീറ്റർ വേണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ആശങ്കകൾ മുഴുവനും. ഈ റോഡുകൾ വരുന്നതോടുകൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുന്നുകളും നമ്മുടെ പാടങ്ങളും നമ്മുടെ പുഴകളുമാണ്. നാം കുതിക്കുന്നത് വികസനം നല്ലത് തന്നെ, പക്ഷേ ചവിട്ടി മെതിക്കുന്നത് നമ്മുടെ ഈ കുന്നുകളെയും ഈ പുഴകളെയും ഈ നദികളെയും നമ്മുടെ പാടങ്ങളെയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ചോറ് തരാൻ ആന്ധ്ര പോരാ, പുറത്തുനിന്ന് ശ്രീലങ്കയിൽ നിന്നോ മറ്റെവിടെ നിന്നോ അരി വരേണ്ടി വരും. നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ മറ്റെവിടെ നിന്നെങ്കിലും ഇറക്കുമതി ചെയ്യേണ്ടി വരും. താമസിക്കാൻ പറ്റില്ല. നമ്മുടെ ആപ്പിൾ അല്ല, ഇനി ശ്രീലങ്കൻ ആപ്പിളും ശ്രീലങ്കയിലെ തേങ്ങയും നമ്മെ രക്ഷിക്കട്ടെ. ആ നിലയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റോഡുകളെ വളർത്തിക്കൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങട്ടെ. ഇതിനിടയിൽ ഈ ശ്ലോകം കൈലാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന ആ പദ്യം പുതിയ തലമുറയെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാകട്ടെ ഈ മറുത്തുകളിയുടെ ഒരു ബാക്കിപത്രം എന്നെനിക്ക് തോന്നുകയാണ്. താമസിം വൃത്തിമേശ പ്രണതബഹുബലേ ഏകൈശ്വര്യേ സിതാപി യാ സ്വയം കൃത്യവാസഃ കാന്താസംയുക്തദേഹാപി യഃ അവിഷയമനസാം യദീനാം പുരസ്താൽ ഭവതി അഷ്ടാഭീതനുഭീ കൃഷ്ണം ജഗത് വിഭ്രത അപി ന അഭിമാന ഭവതി സാ ഈശാ സന്മാർഗാലോകനായ താമസീം വൃത്തിം വ്യവനയതു പ്രണവബഹുലമായിരിക്കുന്ന ഏകൈശ്വര്യത്തിങ്കൽ സ്ഥിതനാകുന്നു എങ്കിലും യാവനൊരുത്തൻ സ്വയം കൃത്യവാസസ്സാകുന്നു. കാന്താസംയുക്ത പ്രണത ബഹുബലം പ്രണതന്മാർക്ക് ബഹുബലത്തെ ദാനം ചെയ്യുന്നത്. പ്രണതന്മാരി ഭക്തന്മാരി ബഹുബലം ധാരാളം ബലം. ഏകൈശ്വര്യം മുഖ്യമായ ഐശ്വര്യം. സ്ഥിതി ചെയ്യുന്നവൻ യാവനൊരുത്തൻ യാതൊരു ദേവൻ. കൃത്യവാസസ് തോലൊടുക്കുന്നവൻ. കാന്താസംയുക്തദേഹൻ കാന്തയോടുകൂടി ചേർന്ന ദേഹത്തോടുകൂടിയവൻ. വിഷയമനസ്സുകളല്ലാത്തവരീ യതികൾ മഹർഷിമാരി പുരോഭാഗം മുൻഭാവം ഭവിക്കാവുണ്ടാവുക. അഷ്ടകളായിരിക്കുന്ന ധനുക്കൾ 8 ധനുക്കൾ ജഗത്ത് ലോകം വഹിക്കാ. അഭിമാനം അഹങ്കാരം സംഭവിക്കുക. ആ ഈശൻ ശ്രീപരമേശ്വരൻ സന്മാർഗാലോകനം നല്ല വഴി കാണിച്ചു തരാൻ
ഇപ്പൊ ശിവപരമായ പദ്യം തന്നെയാണ് അതെ അങ്ങിപ്പോ ചൊല്ലിയത് അല്ലേ? അപ്പോ ആ ഈശൻ കൊടുക്കുന്നവനാണ് ഇയാള്. അങ്ങനെയുള്ള മുഖ്യമായ ഐശ്വര്യത്തിലുണ്ട്. എനിക്ക് അതിന്റെ സാരമല്ല ഇപ്പോഴും വേണ്ടത്, ആ പദത്തിന്റെ അർത്ഥം തന്നെ വേണം. എന്തെന്ന്? പ്രണത ബഹുഫലമായിരിക്കുന്ന ഏകൈശ്വര്യത്തിങ്കൽ അല്ലെ? പ്രണത ബഹുഫലം, പ്രണതന്മാർക്ക് ബഹുഫലത്തെ കൊടുക്കുന്നത് എന്ന് കൊടുക്കുന്നൊരു ശബ്ദമുണ്ടോ അതില്? ഉണ്ടല്ലേ? ഉണ്ടോ? പ്രണത ബഹുഫലേ. അതെ, എന്നേലുള്ളൂ. അതെ, ഏകൈശ്വര്യം എന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ഏകൈശ്വര്യത്തിങ്കൽ സ്ഥിതനാണെങ്കിൽ പോലും എന്നേ ഉള്ളൂ. അതിന്റെ വിശേഷണമാണ് പ്രണത ബഹുഫലമായ ഏകൈശ്വര്യം. എന്റെ ചോദ്യം എവിടെയാണ്? പ്രണത ബഹുഫലം എന്നുള്ളതിന് അങ്ങ് അർത്ഥം പറഞ്ഞത് ഇപ്പൊ പ്രണതന്മാർക്ക് ബഹുഫലത്തെ ദാനം ചെയ്യുന്നവൻ എന്നാണ്. എന്റെ ഓർമ്മ അതാണ്, അങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ദാനശബ്ദം അതിലില്ല. ഇല്ലാത്തതിനാണ് എന്നാ പറയേണ്ടത്? ധാരാളം. അത് ശരി. പ്രണത ബഹുഫല ശബ്ദത്തിനാണ് അർത്ഥം പറയേണ്ടത്. അവിടെ പ്രണതന്മാർക്ക് ധാരാളം ഫലങ്ങൾ കൊടുക്കാവുന്ന ഏകൈശ്വര്യം ഉണ്ട് അദ്ദേഹത്തിന്. അതിന്റെ പദം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബഹുഫലം, ബഹുഫലമാണ്. അതെ. പ്രണത ബഹുഫലേ ഏകൈശ്വര്യേ അഭി എന്നാണ്. അതെ, പ്രണത ഏകൈശ്വര്യേ എന്നുള്ളതിന്റെ വിശേഷണമാണ് പ്രണത ബഹുഫലേ എന്നുള്ളത്. അപ്പൊ പ്രണത ബഹുഫലമായ ഏകൈശ്വര്യത്തിങ്കൽ പ്രണത ബഹുഫലം എന്നുള്ളതിന് അങ്ങ് അർത്ഥം പറഞ്ഞത് പ്രണതന്മാർക്ക് ബഹുഫലത്തെ കൊടുക്കുന്നത് എന്നാണ്, ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പൊ ആ ദാനശബ്ദം അതില്ല. അല്ല, അവിടെ അതിന്റെ ഈ പരിഭാഷ പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് ആ സാരാംശം, അതിന്റെ ഉദ്ദേശം കൂടി വ്യക്തമാക്കാൻ വേണ്ടി ചില വാക്ക് സമാസിക്കുമ്പോഴെങ്ങനെ കൂട്ടാൻ വേണ്ടി ഇവിടെ സാരം പറയുമ്പോൾ കേൾക്കൂ. സാരം പറയുമ്പോൾ ഞാനൊരു പരിഭാഷ പറയുമ്പോഴാണ് പറഞ്ഞത്. അത് സമാസിക്കലാണ്. പ്രണതന്മാർക്ക് ഞാൻ പറഞ്ഞു കേൾക്കും ആദ്യം. ഈ പ്രണതന്മാർ നിങ്ങൾ പറഞ്ഞത് കേട്ടതുകൊണ്ടായി പറയുന്നത്. പ്രണതന്മാർക്ക് ബഹുഫലത്തെ കൊടുക്കുന്നത് എന്നാണ് പ്രണത ബഹുഫലത്തിന്റെ അർത്ഥം പറഞ്ഞത്. ഞാൻ പറയുന്ന വാക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. എനിക്ക് ഒരിക്കൽ കേട്ടിട്ടുണ്ടേ മതിയായി, ഇനി അത് രണ്ടാമത് കേൾക്കണം എന്നില്ല. കാരണം പ്രണത ബഹുഫലേ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞത് പ്രണതന്മാർക്ക് ബഹുഫലത്തെ കൊടുക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. ഇനി ആദ്യം അതല്ലേ നിങ്ങൾ പറയുക. ഒന്ന് അല്ല, ഏതായാലും അതിന്റെ ഒരു വിഗ്രഹം ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സമസ്ത പദല്ലേ, അതിനൊന്ന് സമാസ പദത്തെ ഒന്ന് വിഗ്രഹിച്ചാൽ പ്രണത ബഹുഫലം എങ്ങനെ വിഗ്രഹിക്കാം? ബഹുവ്രീ സമാസാണ്. എങ്ങനെയാണോ ഉള്ളത് അതാണോ വിഗ്രഹം? ഏത്? പ്രണതന്മാർക്ക് ബഹുഫലത്തെ അല്ലേ? ബഹുഫലമായിരിക്കുന്ന ഐശ്വര്യമാണ് അവിടെ ഇല്ല. ധാരാളം ഫലം. പ്രണത ബഹുഫലേ എന്നുള്ളതിന്റെ വിഗ്രഹം, അത് സമാസം ആണ്. പ്രണതന്മാർക്ക് അറിയേണ്ടത് യാതൊരുത്തൻ പ്രണതന്മാർക്ക് ബഹുഫലത്തെ കൊടുക്കുന്നു. ബഹുഫലം ആദ്യം വിഗ്രഹിക്കണം. ബഹൂനി ഫലാനി യസ്മാത് തത് ബഹുഫലം. ധാരാളം ഫലങ്ങൾ ഉള്ളത് ഏതൊന്നിൽ നിന്നുണ്ടാകുന്നുവോ അതാണ് ബഹുഫലം. അതിൽ കൊടുക്കുക സമാസാണ്. ബഹൂനി ഫലാനി യസ്മാത് തത് ബഹുഫലം. ധാരാളം ഫലങ്ങൾ ഏതൊന്നിൽ നിന്ന്? ഐശ്വര്യത്തിൽ നിന്ന്. ഐശ്വര്യമാണ് ഇവിടെ വിശേഷ്യം. ആ ഐശ്വര്യത്തിൽ നിന്നാണ് ധാരാളം ഫലങ്ങൾ ഉണ്ടാകേണ്ടത്. ഇപ്പൊ ബഹുഫലം എന്നുള്ളത് ബഹുവ്രീ സമാസം. പിന്നെ തത്പുരുഷനാക്കുക. എങ്ങനെ? പ്രണതാനാം ബഹുഫലം. പ്രണതന്മാര് ഭക്തന്മാർക്ക് ബഹുഫലമായിട്ടുള്ളത്. പ്രണതാനാം ബഹുഫലം പ്രണത ബഹുഫലം തസ്മിൻ പ്രണത ബഹുഫലം. അപ്പൊ പ്രണതന്മാർക്ക് ബഹുഫലമായിട്ടുള്ളത് എന്ന് അർത്ഥം പറയണം. അപ്പൊ കൊടുക്കുന്നത് എന്ന് അത് സാരമായിട്ട് പറയാം. അത് സാരമാണ്. വിഗ്രഹിച്ച് പറയുമ്പോൾ പ്രണതന്മാർക്ക് ബഹുഫലമായിട്ടുള്ളത്. ബഹുഫലമായിട്ടുള്ളത് ഏത്? ഐശ്വര്യം. അങ്ങനെ പറയണം. ഐശ്വര്യം ഉണ്ടോ? ഐശ്വര്യം മുഖ്യമാണെന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അവിടെ. ഈ ഭക്തന്മാർക്ക് കൊടുക്കാൻ പാകത്തിലുള്ള അതൊക്കെമായ ഐശ്വര്യമുണ്ട്. എന്താണ്? മഴ നിന്നുകൊണ്ട് ലേശം ചൂടുണ്ട്. അതെയാ, ചൂടുണ്ട് എന്നാ പറഞ്ഞത്. ശരി. അപ്പോൾ ഐശ്വര്യം തന്നെയാണ് മുഖ്യം ഇവിടെ. അത് മുഖ്യമായ ഐശ്വര്യം. ഇപ്പോൾ എന്താണ് ഇപ്പൊ അതിന് പറയാ? ഇപ്പോ അങ്ങനെ ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നു അതിന്.
അല്ല അത് പറയാനില്ലേ പിന്നെ ആ ചോദ്യത്തിന് എന്താ ഏകൈശ്വര്യം എന്നല്ല ഇനി മുഖ്യമായ ഐശ്വര്യം താങ്കൾക്ക് അത് പറയാനില്ലേ പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി ഒന്ന് പറയും. നിങ്ങൾ അങ്ങയുടെ പദ്യമാണ്. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ പദ്യമല്ല, ഇത് സാക്ഷാൽ കാളിദാസന്റെ പദ്യം. ഞാൻ പറഞ്ഞല്ലോ മുഖ്യമായ ഐശ്വര്യം എന്ന്. അത് ഞാൻ ഏകൈശ്വര്യം എന്നല്ല ഇനി മുഖ്യമായ ഐശ്വര്യം. ഏകം എന്ന വാക്കിന് മുഖ്യം എന്ന അർത്ഥമുണ്ട്. ഏകം ഉണ്ട്, ഏകം ഐശ്വര്യം, ഏകൈശ്വര്യം, തസ്മിൻ ഏകൈശ്വര്യ. ഏകം എന്നുള്ള വാക്കിന് ഒന്ന് എന്ന അർത്ഥമുണ്ട്, മുഖ്യം എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖ്യം. മുഖ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ. കൃതി എന്ന് പറഞ്ഞാലോ തോല് എന്നൊരു അർത്ഥമുണ്ടോ? കൃതി ചർമ്മത്തിന്റെ പര്യായമല്ലേ? എന്ത് ചർമ്മം അല്ലേ? ആനത്തോലെടുക്ക. ആനത്തോല്. കൃതി എന്ന് പറഞ്ഞാൽ ആനത്തോലാണ്. അപ്പോ ഇദ്ദേഹം ശ്രേഷ്ഠമായ ഐശ്വര്യത്തിങ്കൽ, അതായത് നമസ്കരിക്കുന്നവർക്കൊക്കെ ശ്രേഷ്ഠമായ ഐശ്വര്യം കൊടുക്കുന്നവനാണെങ്കിൽ പോലും ഇദ്ദേഹം എന്താണ്? ആനത്തോൽ കൊടുക്കുന്നവനാണ്. മലയാളത്തിൽ സാരം പറഞ്ഞാലെന്നർത്ഥം. രണ്ടാമത്തെ എന്താ? അതായത് കാന്തയോട് മിശ്രീഭവിച്ച അല്ലെ മിശ്രമായി ചേർന്നിരിക്കുന്ന ദേഹത്തോട് കൂടിയവനാണെങ്കിൽ പോലും എന്താണ്? എന്ത് യോഗികളാണ്? മഹർഷിമാരുടെ അവിഷയ മനസ്സുകളായ, വിഷയത്തിങ്കൽ മനസ്സില്ലാത്തതായ മഹർഷിമാരുടെ അവിടെ ഒരു ചോദ്യം അവിടെയും കിടക്കും. യതികളുടെ പുരോഭാഗത്തിങ്കലാ, അവരുടെ മുമ്പ് തന്നെയുണ്ട്. അവരുടെ മുമ്പിൽ ഇരിക്കുന്ന മനസ്സുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അല്ലാത്ത രീതികൾ ഉണ്ടാവും ഒരു പക്ഷേ. എന്താണ് സന്തോഷ അങ്ങനെ മഹർഷിമാരിൽ തന്നെ ഈ വിഷയമനസ്സുകളായ സന്യാസിമാരും വിഷയമനസ്സുകളല്ലാത്ത സന്യാസിമാരും ഉണ്ട്. ഉണ്ടല്ലോ. ആരാപ്പാ? കുടുംബജീവിതം നയിക്കുന്ന സന്യാസിമാരെ കേട്ടിട്ടില്ലേ? അപ്പൊ അവരെ മഹർഷിമാർ എരികൾ എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അങ്ങനെയല്ലല്ലോ. സന്യാസികൾക്ക് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കാലികമായി ചിന്തിക്കുമ്പോഴും ഇതുപോലെ കള്ള സന്യാസിമാരെ ധാരാളം കാണാം. അതാ ചോദിക്കുന്നത്. സമ്മിശ്രദേഹനാണ് ഇദ്ദേഹം. ആര്? തന്റെ ഭാര്യയോട് മിശ്രീഭവിച്ച അല്ലെ ഭവിപ്പിച്ച ദേഹമുള്ളവനാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയോട് ഒട്ടി നിൽക്കുന്നവനാണ് ഇവരെങ്കിലും ഇവിടെ മിശ്ര ശബ്ദമാണ്. ഇവനെ മഹർഷിമാര് ആരാധിക്കുന്നു. ഇതാണ് സാരം. എന്നെ പോലെ തന്നെ ഒരു പാട്ടേന്നോ?